കേരള കോൺഗ്രസിൽ അധികാര മാറ്റം കഴിഞ്ഞിട്ടും അധികാര പോര് അവസാനിച്ചിട്ടില്ല. മുഖ്യമന്ത്രി കസേര ഉറപ്പിച്ചെങ്കിലും പാർട്ടിയുടെ നിയന്ത്രണം ആരുടെ കൈകളിലാകുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഡൽഹിയിൽ വരെ മുഴങ്ങുന്നത്. ഒരു വശത്ത് വി.ഡി. സതീശന്റെ നേതൃത്വ ശൈലിയെ ചൊല്ലി മുന്നണിക്കുള്ളിലും കോൺഗ്രസിനുള്ളിലും അതൃപ്തി ഉയരുന്നതായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മറുവശത്ത് കെ.പി.സി.സിക്ക് സ്ഥിരം അധ്യക്ഷനില്ലാത്ത അവസ്ഥ സംഘടനയെ അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുകയാണ്. അധികാരം കിട്ടിയപ്പോൾ ഐക്യമുണ്ടാകുമെന്ന പ്രതീക്ഷയ്ക്കു പകരം സ്ഥാനമാനങ്ങൾക്കും സംഘടനാ നിയന്ത്രണത്തിനുമായി പുതിയ പോരാട്ടങ്ങൾ ആരംഭിച്ചുവെന്ന പ്രതീതിയാണ് പുറത്തുവരുന്നത്. ഈ സാഹചര്യത്തിലാണ് വി.ഡി. സതീശന്റെ ഡൽഹി സന്ദർശനവും പുതിയ കെ.പി.സി.സി അധ്യക്ഷനെ കണ്ടെത്താനുള്ള ഹൈക്കമാൻഡ് നീക്കങ്ങളും കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. പുതിയ കെ.പി.സി.സി അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഡൽഹിയിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തിങ്കളാഴ്ച രാത്രി 11:45 അദ്ദേഹം ഡൽഹിയിലെത്തുമെന്നാണ് കേരള ഹൗസ് നൽകുന്ന വിവരം. പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിവിധ കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്താനാണ് ഔദ്യോഗികമായി അദ്ദേഹം സമയം തേടിയിരിക്കുന്നത്. എങ്കിലും ഈ സന്ദർശനത്തിന്റെ പ്രധാന അജണ്ട കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം പരിഹരിക്കുക എന്നതാണ് സൂചനകൾ. സംസ്ഥാന കോൺഗ്രസിൽ കെ.പി.സി.സി അധ്യക്ഷനില്ലാത്തത് നിലവിൽ വലിയ സംഘടനാ പ്രതിസന്ധികൾക്ക് കാരണമാകുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ എത്രയും വേഗം പുതിയ അധ്യക്ഷനെ നിയമിക്കേണ്ടത് അത്യാവശ്യമാണെന്ന നിലപാടിലാണ് എ.ഐ.സി.സി നേതൃത്വം. നാളെ വി.ഡി. സതീശൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ട്. ഈ ചർച്ചകളിൽ കേരളത്തിലെ പുതിയ അധ്യക്ഷനെ സംബന്ധിച്ച തന്റെ നിലപാട് അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സതീശന്റെ ഓഫീസോ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളോ എ.ഐ.സി.സി നേതൃത്വവുമായുള്ള ചർച്ചകൾ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നിരുന്നാലും സതീശൻ ഡൽഹിയിലുള്ള സാഹചര്യത്തിൽ ദേശീയ നേതൃത്വവുമായുള്ള ചർച്ചകൾ തള്ളിക്കളയാനാവില്ല എന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. വിവിധ കേന്ദ്രമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെങ്കിലും അന്തിമമായ അപ്പോയിന്റ്മെന്റുകൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ചൊവ്വാഴ്ച വൈകിട്ടോടെ സതീശൻ ഡൽഹിയിൽ നിന്നും മടങ്ങുമെന്നാണ് വിവരം. ബുധനാഴ്ച സംസ്ഥാനത്ത് മന്ത്രിസഭാ യോഗം ചേരുന്ന പശ്ചാത്തലത്തിലാണ് ഈ മടക്കം. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന കൂടിക്കാഴ്ചകൾ കേരളത്തിലെ പാർട്ടി പുനഃസംഘടനയിൽ ഏറെ നിർണായകമായിരിക്കും. മുഖ്യമന്ത്രി സ്ഥാനത്തും കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനവും ഒരുമിച്ച് ഒരാളുടെ കയ്യിൽ തുടരാനാകില്ല എന്നതിനാൽ പുതിയ അധ്യക്ഷനെ കണ്ടെത്തേണ്ടത് കോൺഗ്രസ് നേതൃത്വത്തിന് അനിവാര്യമായിരിക്കുകയാണ്. എന്നാൽ അത് വെറും ഒരു നിയമനം മാത്രമല്ല, കേരള കോൺഗ്രസിലെ ശക്തി സമവാക്യങ്ങൾ നിർണ്ണയിക്കുന്ന തീരുമാനമായിരിക്കും. അതുകൊണ്ട് തന്നെ വിവിധ ഗ്രൂപ്പുകൾ തങ്ങൾക്ക് അനുകൂലനായ നേതാവിനെ അധ്യക്ഷനാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ വിലയിരുത്തൽ. സാധ്യതാ പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഉയരുന്ന പേരുകളിൽ മാത്യു കുഴൽനാടൻ, ഷാഫി പറമ്പിൽ, റോജി എം ജോൺ തുടങ്ങിയ നേതാക്കളുണ്ട്. യുവതലമുറയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്ന ആവശ്യവും പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. അതേസമയം വിവിധ ഗ്രൂപ്പുകൾക്ക് സ്വീകാര്യനായ ഒരാളെ കണ്ടെത്തുക എന്നതാണ് ഹൈക്കമാൻഡിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഇതിനിടെ മറ്റൊരു രാഷ്ട്രീയ സാധ്യതയും ചർച്ചയാകുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സംഘടനാ രംഗത്ത് വലിയ ചുമതലയുമായി മടങ്ങി വരുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. യുവമുഖങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്ന കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ സമീപനം തുടർന്നാൽ രാഹുലിനും നിർണായക ഉത്തരവാദിത്വം ലഭിക്കാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ പോലും തള്ളിക്കളയുന്നില്ല. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും നിലവിലില്ല. കെ.പി.സി.സി അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് സംഘടനാ തിരഞ്ഞെടുപ്പ് മാത്രമല്ല, മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിന് ലഭിക്കുന്ന രാഷ്ട്രീയ പിന്തുണയുടെ അളവുകോലായി പോലും ഈ തീരുമാനം വിലയിരുത്തപ്പെടും. മുന്നണിയിലെ ഘടകകക്ഷികളുമായുള്ള ഏകോപനം, പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ, മന്ത്രിസ്ഥാന പ്രതീക്ഷകൾ, സംഘടനാ പുനഃസംഘടന എന്നിവയെല്ലാം ഈ നിയമനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായി മാറിയിരിക്കുകയാണ്. അതിനാൽ ഡൽഹിയിൽ നടക്കുന്നത് ഒരു അധ്യക്ഷനെ കണ്ടെത്താനുള്ള കൂടിക്കാഴ്ച മാത്രമല്ല, കേരള കോൺഗ്രസിന്റെ ഭാവി നേതൃത്വ ഘടന നിർണ്ണയിക്കുന്ന നിർണായക രാഷ്ട്രീയ നീക്കമാണ്. പുതിയ അധ്യക്ഷൻ ആരാകുമെന്നതിലുപരി ആ തിരഞ്ഞെടുപ്പ് പാർട്ടിക്കുള്ളിലെ ഭിന്നതകൾക്ക് വിരാമമിടുമോ അതോ പുതിയ അധികാര പോരിന് തുടക്കമാകുമോ എന്നതാണ് ഇനി കേരളം ഉറ്റുനോക്കുന്നത്.